എൻ്റെ കാര്യം ഏറ്റവും അറിയുന്നവൻ ആരാണ്? എൻ്റെ റബ്ബാണ്. അതിന് ഏറ്റവും നല്ല പരിഹാരം അറിയുന്നവരാരാണ്? എൻ്റെ സഫറിങ്സ് ഏറ്റവും നന്നായി കാണുന്നതാരാണ്? എൻ്റെ റബ്ബാണ്. അതിന് പരിഹാരം അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്നവനാരാണ്? അത് അള്ളാഹു ഖദീറാണ് അല്ലേ? അങ്ങനത്തെ ഒരു ബോധമാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതാണ് നേരത്തെ പറഞ്ഞ നഫ്സും മുത്മഇന്ന എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല നാളെ മരിച്ചു പോകുമ്പം നല്ല ഫുൾ ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് ഇല്ലാതെ അല്ലേ, എല്ലാ കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആയിക്കൊണ്ട് ക്രിയാറ്റിനൊക്കെ നോർമലായിട്ട് മരിച്ചാൽ സ്വർഗം കിട്ടുന്ന ഓടിയും പറഞ്ഞിട്ടില്ല അല്ലേ? ഖൽബുൻ സലീമുമായ ഒരു ഹൃദയമായിട്ട് നാളെ പടച്ചോനെ കാണണം. അതെന്താണ്? അത് ബിൽ ഖൈർ റഹ്മത്തുള്ളാഹി പറയാണ്, ശുബ്ഹാത്തിൽ നിന്നും ശഹവാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഹൃദയമാണ് അല്ലേ? എന്താ ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾക്ക് അടിമപ്പെടാത്തൊരു ഹൃദയം അല്ലേ? ശുബ്ഹാത്ത് ഉണ്ടാകാത്ത, അള്ളാഹുവിനെയും റസൂലിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഈമാൻ കാര്യത്തിൽ ഒരുപോലെ സംശയം ഉണ്ടാക്കാത്ത യഖീനുള്ള ഒരാൾ, അതാണ് ഖൽബുൻ സലീം അല്ലേ? നഫ്സുൻ മുത്മഇന്ന, സമാധാനമടഞ്ഞൊരു മനഃശാന്തി അള്ളാഹിനെ പറ്റി ഓർത്തിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന പടച്ചോനാണ്. ആരെന്തും ചെയ്തോട്ടെ, എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എൻ്റെ പടച്ചോനെ ഒരു മാർഗ്ഗം ഉണ്ടാക്കി തരും.